നമസ്കാരം. ഗുഡിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പപ്പടം കൊണ്ടുള്ള ഒരു പലഹാരമാണ്, സ്വീറ്റ് പപ്പഡ്. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗീ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പ് മൂപ്പിച്ച് കൊടുക്കാം. കശുവണ്ടിപ്പരിപ്പ് മൂത്ത് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. നമുക്ക് പാകത്തിനുള്ള എത്രയാണ് നിങ്ങൾക്ക് മധുരം ആവശ്യം, അതുപോലെ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2.5 സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതാണ്, ഒരല്പം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പപ്പടത്തിൽ സ്റ്റഫ് ചെയ്യാനുള്ളതാണ് ഈ തേങ്ങയല്ല. ഗീനകത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഗീയുടെ ഫ്ലേവറും സ്വീറ്റും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു രുചികരമായ ഒരു പലഹാരമാണിത്. നമ്മുടെ സ്വീറ്റ് പപ്പടത്തിന് വേണ്ടി ഒരു 4 പപ്പടം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഗീനകത്ത് സോട്ട് ചെയ്ത് വെച്ച തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കാം. പപ്പടം സ്റ്റഫ് ചെയ്ത് ഒട്ടിക്കാനായിട്ട് കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ട്. മൈദ പപ്പടത്തിൻ്റെ സൈഡിലൂടെ തേച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ച പപ്പടം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് നമ്മുടെ സ്വീറ്റ് പപ്പടം ഫ്രൈ ചെയ്ത് മാറ്റാം. നമ്മുടെ സ്വീറ്റ് പപ്പടം റെഡി ആയി കഴിഞ്ഞു. ഇത് നമ്മൾ തയ്യാറാക്കിയ സ്വീറ്റ് പപ്പഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ പുതിയ ഐറ്റവുമായി കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഷെഫ് അലക്സ്.